ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ബ്ലഡ് മൂൺ അല്ലെന്ന വരിയിൽ ലൂണാർ എക്ലിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് 7 സെപ്റ്റംബർ 2025. അപ്പോൾ ഇന്നാണ് എക്ലിപ്സ് നടക്കുന്നത്. ഏകദേശം ഒരു 9:57 ആകുമ്പോഴത്തേന് സ്റ്റാർട്ടാകും. അത് ഏകദേശം ഒരു 1:26 വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 5 hours 5 hours, പക്ഷേ അതിനകത്തൊരു 3 hours ഇച്ചിരി ക്രൂഷ്യലായിട്ടുള്ള ഇതുള്ള ഒരു സമയമായിരിക്കും. അപ്പോൾ നമ്മൾ കഴിവതും ആൾക്കാർ ഇത് ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങളോ ഫുഡ് പോയിസണോ അല്ല റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും പ്രത്യേകിച്ച് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കണക്ഷന് ഈ ഒരു ലൂണാർ എക്ലിപ്സിനുണ്ട്. ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ ലൂണാർ എക്ലിപ്സ് വിസിബിളാണ്. ഇനിയിപ്പോൾ 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരും, നമ്മുടെ സൂര്യഗ്രഹണം അടുത്ത് വരുന്നു. അപ്പം ഈ 14 ദിവസവും നിന്ന് കാർമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന മാതിരി പിതൃക്കടയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കാനും എടുക്കാനും ഒക്കെ ഉള്ള പലതും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ചന്ദ്രഗ്രഹണം അല്ല സൂര്യഗ്രഹണം നടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വളരെ നല്ലതായിട്ട് വരും, ചില ആൾക്കാർക്ക് വളരെ മോശമായിട്ട് വരും. ബേസ്ഡ് ഓൺ ദർ പ്ലാനറ്ററി പൊസിഷൻ, അവരുടെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചാണ് അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഈ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നോർത്തിനോടും രാഹു കേതു എപ്പോഴും നോക്കും. നമുക്ക് നോർമൽ എല്ലാ പ്ലാനറ്റുകളും ക്ലോക്ക് വൈസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ, സൂര്യൻ, ബാക്കി എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ടോട്ടൽ 9 പ്ലാനറ്റുകളാണല്ലോ ഉള്ളത്. അപ്പം അതിനകത്ത് ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഈ രാഹു കേതു ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. ഇതിനറിയാത്ത ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പിക്ചർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കൺജഷൻ പോയിൻ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ. അതായത് രാഹു കേതു എന്ന് പറഞ്ഞ ഈ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്തിനോട് സൗത്തിനോടെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നോർത്തിനോടും സൗത്തിനോടും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ആംഗിളിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ ചന്ദ്രനെ മറയ്ക്കുന്നത്. അതിനെ കൺജഷൻ പോയിൻ്റ് എന്ന് പറയും. കൺജഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രഹമായാലും സൂര്യൻ മാത്രം 6.4 ഡിഗ്രിയാണ് കൺജഷൻ പോയിൻ്റ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് 3.2 ഡിഗ്രി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട്, പ്രത്യേകിച്ച് ചില ബർത്ത് ചാർട്ടിലൊക്കെ മൂണൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് 3.2 ഡിഗ്രിയിലൊക്കെ ഉള്ള, പ്രത്യേകിച്ച് എസ്പെഷ്യലി ലഗ്നത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വരിക. ഈവൻ ഒരാളുടെ ഫാദറാണ്, അയാളുടെ സണ്ണിൻ്റെ പോലും 5ാം ഭാവത്തിൽ 3.2 ഡിഗ്രിയിലൊക്കെ താഴെയൊക്കെ മൂണ് നിൽക്കുകയെന്ന് അവർക്ക് ഓട്ടിസം മാതിരിയൊക്കെ ഉള്ള അസുഖം വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നം. ഈ മൂണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സംഭവമല്ല. ഈ കടലിലെ തിരകൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഫുഡ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് ലേറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീരീഡിന് മുമ്പ് ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചന്ദ്രനും രാഹുവും കുംഭത്തിലാണ് സംഗമിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം രാഹുവും ചന്ദ്രനും കൂടുള്ള ചന്ദ്രഗ്രഹണമാണ്. അതുപോലെ സൂര്യനും കേതു ചിങ്ങത്തിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു പ്രത്യേകിച്ചായിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ശനിയെ അല്ലെന്ന രീതിയിലെ സൂര്യനും ശനിയും ഒക്കെ ചില ആൾക്കാർക്ക് ചില പോയിന്റിലൊക്കെ നിൽക്കുക. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ രാഹു കേതുവായിട്ടൊക്കെ കണക്ഷൻ വരുവാണെന്ന രീതിയിൽ അവർക്ക് പല രീതിയിലുള്ള ലൈഫിൽ പല രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ സംഭവിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ ഇവിടെ ജൂപ്പിറ്റർ, അതായത് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം പുണർതം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അത് ട്രയാങ്കിളിൽ. അപ്പം അത് ഇതുമായിട്ട് ഈ രാഹു കേതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇതിനകത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതും ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ ഒരു കണക്ടിവിറ്റി വന്നു. ഇവിടെ ഇങ്ങനെ കൺജഷൻ പോയിന്റ്, പ്രത്യേകിച്ച് അതിൻ്റെ ഡിഗ്രി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര 24 ഡിഗ്രി അല്ലെങ്കിൽ ആ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ആ പിക്ചർ അതുകൊണ്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കണം. അപ്പോൾ ഇവിടെ ചന്ദ്രന് രാഹു എന്ന് പറഞ്ഞാൽ ചതയൻ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. ചതയൻ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആത്മീയമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇന്നത്തെ പോലെ ഇങ്ങനെ പറയുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ വെളിയിലൊക്കെ തുറന്ന് വെച്ചിരിക്കുന്ന കഴിഞ്ഞാൽ അത് എളുപ്പം ചീത്തയാകാനൊക്കെ ഉള്ള ഒരു സാധ്യത ഇത് കൂടുതലാണ്. അത് ഇപ്പോൾ ഈ ഒരു ഗ്രഹണം നടക്കുന്ന സമയത്ത് ഭൂമിയുടെ ഏകദേശം ഒരു സൂര്യൻ്റെ ചന്ദ്രൻ്റെ
ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഭൂമിയുടെ ഒരു റേഡിയേഷനായിട്ടുള്ള രീതിയിലൊക്കെ വരുകയൊക്കെ അങ്ങനെയൊക്കെയുള്ള പല പ്രതിഭാസങ്ങൾ ഇതിനടക്കം അപ്പം കടലിലുള്ള ഈ പറഞ്ഞ മാതിരി തിരയിളക്കം, കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഏകദേശം 9:57 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ആകുന്നത് ഏകദേശം ഒരു 1:26. അപ്പം മെയിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഏകദേശം ഒരു 3 മണിക്കൂർ വളരെ അതിനകത്തൊരു ക്രൂഷ്യലായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി ഇത് ഇനിയിപ്പം ഇത് നടക്കുന്നില്ല, സൂര്യഗ്രഹണം. സൂര്യൻ്റെ ആണെന്ന രീതിയിൽ രാഹു അല്ല കേതുവും സൂര്യനും കൂടാണ് ഈ 14 ദിവസം കഴിയുമ്പോഴത്തേന് അടുത്ത ഗ്രഹണം നടക്കും. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ഈ 14 ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു മീൻസ് അൺഎക്സ്പെക്റ്റഡ്ലി പല ആൾക്കാർക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക്, പൊതുവെ അസ്ട്രോളജിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആത്മീയമായിട്ടൊക്കെ കണക്ഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊതുവെ ഇച്ചിരി നല്ലതായിരിക്കും. അല്ല ചില ആൾക്കാർക്ക് ആദർശം അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക്, അതുവരെ മെൻ്റലി ചെറിയ ആൾക്കാർക്ക്, എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ള ആൾക്കാർക്ക്, മാനസികമായിട്ടുള്ള ടെൻഷന് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ശകലം ഇങ്ങനെയുള്ള ഒരു കൂടിയിരിക്കും, പ്രത്യേകിച്ച് ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ള അല്ലെ ഇതുപോലെ എപ്പിലിപ്സുമായി അങ്ങനെയുള്ള അസുഖമൊക്കെ ഉള്ളവർക്കൊരു ഇച്ചിരി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. പൊതുവെ ഇച്ചിരി ഈ ചന്ദ്രൻ്റെ ആയിട്ടുള്ള മാറ്റം അനുസരിച്ചുള്ള ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കുക. ഇത്രയൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പോൾ ഈ രാഹു കേതു കണക്ഷനായി ഏറ്റവും മോശപ്പെട്ട 2 ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. നമ്മുടെ ലൈഫിലെ പല ഇമ്പാക്റ്റും അതുപോലെ നമ്മുടെ മുജ്ജന്മമായിട്ട് വരുന്ന കർമ്മ ട്രാൻസ്ഫർ ചെയ്യുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാഹു കേതുവൊക്കെയാണ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേമാതിരി ഇപ്പോൾ ഈ ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഇന്നിപ്പോൾ ജനിക്കുന്നത് മാന്തി എന്ന് പറയുന്ന സാധനമുണ്ട്. മാന്തി അതായത് ഇതാണ് നമ്മുടെ ചില കാർമിക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഇതുപോലെ രാഹു കേതു ഈ പറയുന്ന ഗുളികനെന്ന് പറയും. അപ്പോൾ ഗുളികനുമൊക്കെയാണ്. അപ്പോൾ ഇത് നോക്കിയത് ലഗ്നത്തിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പുതിയ എല്ലാം കൊണ്ട് നോക്കിയാൽ ജൂപ്പിറ്ററും അതായത് വ്യാഴവും ഈ പറഞ്ഞ ചന്ദ്രനും സൂര്യനും എത്ര ആംഗിളിൽ നിൽക്കുന്നൊക്കെ. അപ്പോൾ ഇവിടാണ് 3.2 ഈ കാട്ടിന് താഴോട്ട് വരുമ്പോഴാണ് കൺജഷൻ പോയിൻ്റ്. അപ്പം ഇവിടെ ഇപ്പം പല ആൾക്കാർക്ക് പോസിറ്റീവായിട്ടുള്ളതും വരാനുള്ള ഒരുപാട് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ്. പല പ്രത്യേകിച്ച് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവഗ്രഹമാണ്. അപ്പോൾ ജീവഗ്രഹം എന്ന് പറഞ്ഞാൽ പല കാർമികമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ പൊതുവെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഇതിപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.